ആന്തരിക അവയവങ്ങളെ കർത്താവെ അങ്ങ് സ്പർശിക്കണമേ കർത്താവെ. തലച്ചോറ്, അതിലൂടെ രക്തധമനികൾ കർത്താവ്, രക്തോട്ടമില്ലാത്തവർ, തലച്ചോറ് കർത്താവെ, പലതരത്തിലുള്ള മരവിപ്പുള്ളവരെ അങ്ങ് സ്പർശിക്കണമേ കർത്താവെ. ഈശോയെ ആന്തരിക അവയവങ്ങളെ നീ തൊടണമേ കർത്താവെ. ഈ നിമിഷം കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈശോയെ. തൊണ്ടയെ സ്പർശിക്കണമേ കർത്താവ്. തൈറോയിഡുകാരെ സ്പർശിക്കണമേ കർത്താവെ. തൈറോയിഡുകാരെയും ടോൺസൈറ്റുകാരെയും സ്പർശിക്കണമേ കർത്താവെ. കർത്താവ് ശരീരത്തിൽ മുഴയുള്ളവരെയും കർത്താവെ, നാക്കിന് കർത്താവെ, സംസാരിക്കാൻ പറ്റാത്തവരെയും, ക്യാൻസർ ഉള്ളവരെയും, തൊണ്ടയ്ക്ക് കർത്താവെ, കളർ വ്യത്യാസമുള്ളവരെയും, അവിടെ മുഴ ഉള്ളവരെയും ഒക്കെ അങ്ങ് കർത്താവെ നിൻ്റെ വിശുദ്ധമായ രക്തത്താൽ കഴുകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കൈ പൊക്കാൻ പറ്റാത്തവർ, ഉയർത്താൻ പറ്റാത്തവരെ അങ്ങ് തൊടണമേ കർത്താവെ. പേശികളെ കർത്താവ്, മരവിപ്പുള്ളവരെ അങ്ങ് തൊടണമേ കർത്താവെ. പേശികളെ മരവിപ്പുള്ളവരെ അങ്ങ് തൊടണമേ. കണ്ണിന് കാഴ്ച ഉള്ളവരെയും, കണ്ണ് മുറ്റുന്നവരെയും, കണ്ണ് കരിക്കുന്നവരെയും കർത്താവെ അങ്ങ് സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ചെവിക്ക് കേൾവിക്കുറവുള്ളവരെയും, ചെവിയിൽ നിന്ന് പഴുപ്പുള്ളവരെയും കർത്താവ്, സ്രാവം വരുന്നവരെയും കർത്താവെ അങ്ങ് സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ നിൻ്റെ തിരുമുറുവാർന്ന് വലതുകരം ചെവികൾ വെക്കണേ പാത്ത എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവ് തുറക്കപ്പെടുന്ന പറച്ചു കർത്താവ്. ചെകിടൻ്റെ ചെവി തുറന്നവനെ നിൻ്റെ ചെവി വലത് കർത്താവ്, നിൻ്റെ ഇടത് കരം കർത്താവെ, നീ കർത്താവെ അങ്ങനെ മക്കളെ സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈശോയെ. ശ്വാസകോശങ്ങളെ കർത്താവെ അങ്ങ് സ്പർശിക്കണേ കർത്താവെ. ഈശോയെ ബ്രസ്റ്റുകളെ കർത്താവെ, വീക്കമുള്ള ബ്രസ്റ്റുകളെ, സിസ്റ്റുള്ള ബ്രസ്റ്റുകളെ, ക്യാൻസറുള്ള ബ്രസ്റ്റുകളെ കർത്താവെ അങ്ങ് സ്പർശിക്കണമേ ഈശോ. അങ്ങനെ വിശുദ്ധ രക്തത്താൽ ബ്രസ്റ്റുകളെ കഴുകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ശ്വാസകോശത്തെ കഴുകണമേ കർത്താവെ. ശ്വാസകോശത്തെ കഴുകണം കർത്താവ്. വലിവ്, ശ്വാസം മുട്ടൽ, ആസ്മ രോഗികളെ കർത്താവെ, കോവിഡ് വന്നതിന് ശേഷം കർത്താവ്, കോവിഡാനന്തര കാലങ്ങളിൽ കർത്താവെ ശ്വാസകോശ ചുരുക്കം അനുഭവിക്കുന്നവർ, ശ്വാസം മുറിയുന്ന പോലെ, ശ്വാസം എടുക്കുമ്പോൾ ആന്തരിക മുറിവുള്ളതുപോലെ കർത്താവ് പിടയുന്ന വേദനയുള്ളവരെ വിശുദ്ധ രക്തത്താൽ കഴുകണമേ, വിശുദ്ധ രക്തത്താൽ കഴുകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. ഈശോ സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. ഈശോ ഇന്ന് വരെ ഞങ്ങൾ നടത്തിയിട്ടുള്ള ഓരോ ആരാധനകൾ അടിസ്ഥാനത്തിൽ യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുന്ന മാരക രോഗങ്ങൾ, തീരാവേദികൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ശ്രുതികട്ടെ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആയിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തി പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഇപ്പോഴേ കർത്താവ് ഈ ധ്യാനം എപ്പോഴെല്ലാം, ആരെല്ലാം, എവിടെയെല്ലാം വെച്ച് എന്നെല്ലാം കൊടുന്നുവോ അവിടെയെല്ലാം കർത്താവേ നിന്റെ തിരുമുറുവാർന്ന് വലതുകരം അവരെ സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. രോഗം മാറാത്ത വീടുകളെ കർത്താവേ അങ്ങ് സ്പർശിക്കണേ കർത്താവേ. സാമ്പത്തികമായ ക്ലേശങ്ങളുള്ളവരെ, സഹോദരങ്ങൾ തമ്മിൽ ഭിന്നതകളുള്ളവർ കർത്താവ്, വിശ്വാസമില്ലാത്തവരെ, കുടുംബപ്രാർത്ഥനയില്ലാത്ത കുടുംബങ്ങളിൽ കർത്താവെ ഇപ്പോഴും നീ സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ രക്തത്താൽ എല്ലാ മുറികളും തളിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. പൈശാചിക ബന്ധനങ്ങൾ, എല്ലാ തരത്തിലുള്ള വേദനകൾ, മറ്റുള്ള മനുഷ്യരുടെ എല്ലാ തരത്തിലുള്ള ദോഷങ്ങളും ഉപദ്രവങ്ങളൊക്കെ ഉള്ള കുടുംബങ്ങൾ കർത്താവെ അങ്ങയുടെ വിശുദ്ധമായ രക്തത്താൽ അതിരുകൾ യേശുവിൻ്റെ നാമത്തിൽ അങ്ങ് ഈശോയെ അങ്ങയുടെ വിശുദ്ധമായ രക്തത്താൽ കർത്താവെ അങ്ങ് പൂശണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിന് ഉന്നതമായ നാമത്തെ പൈശാചിക ശക്തികൾ അവിടെ നിന്ന് വിട്ടുമാറട്ടെന്ന് കൽപ്പിക്കുന്നു. ശ്രദ്ധിക്കട്ടെ. യേശുവേ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് വിവാഹം ഒത്തുവരാത്തവരെ സമർപ്പിക്കാം. ഇന്നുവരെ വിവാഹം കഴിക്കാതിരിക്കുന്ന പുരുഷന്മാർ, സ്ത്രീകൾ അവരെല്ലാം സംബന്ധിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ് 37 വർഷമുള്ള ആൾക്കാരെ കാണിച്ചു തരുന്നുണ്ടല്ലോ കർത്താവ്. കർത്താവ് ശരീരത്തിനുണ്ടാകുന്ന ചില കുരുക്കൾ, തോളിലുണ്ടാകുന്ന കുരുക്കളുള്ളവർ കണ്ടത്, അതുകൊണ്ട് തന്നെ കർത്താവ് അത് കാണുന്നത് കാരണം കർത്താവ് വിവാഹം ഒത്തുവരാത്തവരെ കാണിക്കുന്നുണ്ട്. ആ ലേഡിയെ കർത്താവ് ഇപ്പോൾ സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവെ സൗന്ദര്യത്തിൻ്റെ, പണത്തിൻ്റെ കാര്യം കൊണ്ട്, പാരമ്പര്യത്തിൻ്റെ വിഷയം കൊണ്ട്, മറ്റു രോഗങ്ങൾ കാരണമോ മറ്റു തരത്തിലെ വിഷമം കൊണ്ട് ജീവിത പങ്കാളിയെ കിട്ടാത്തവരെ ഈശോ ഇപ്പോൾ ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ എല്ലാ വൈവാഹിക ദോഷങ്ങളും യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശ്രുതിക്കട്ടെ. പരമദിവ്യകാരുണ്യത്തിന് കർത്താവെ മക്കളില്ലാത്തവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ വർഷങ്ങളായിട്ട് മക്കളില്ലാത്തവരെ സാങ്കേതികമായ മെഡിക്കേഷൻ എടുത്തതിന് ശേഷവും വൈദ്യശാസ്ത്രത്തിന് സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചിട്ടും കർത്താവെ
മക്കളില്ലാത്തവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. അവരെല്ലാം ഇപ്പോഴും ധ്യാനം കൂടുന്നുണ്ടെങ്കിൽ അടിവയറ്റ് കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. ഇപ്പോൾ കർത്താവിന് ശക്തി ഇതെങ്ങനെ സംഭവിക്കുമെന്ന് പറയുമ്പോഴേ അത് വൈദ്യശാസ്ത്രത്തിനോ ലോകത്തിനോ നിനക്ക് മറുപടി തരാൻ പറ്റുന്നില്ലെങ്കിൽ പരിശുദ്ധാത്മാവ് അതിന് ശക്തിയായിരിക്കും നിനക്ക് മറുപടി പറയണത്. നീ വിശ്വസിക്കുക ദൈവത്തിലെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഈ ധ്യാനം കൂടുന്ന മക്കളില്ലാത്തവർക്ക് മേൽ അവർക്ക് മക്കളെ ഇങ്ങനെ കൃപാസനത്തിൽ വന്ന് സാക്ഷ്യം പറയാൻ വേണ്ടി അമ്മ അനുഗ്രഹിക്കാൻ വേണ്ടി യേശുനാമത്തെ കൽപ്പിക്കുന്നു. അവർക്ക് കുഞ്ഞുങ്ങൾ ലഭിക്കട്ടെ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ദിവ്യകാരുണ്യത്തിന് കർത്താവെ, ഉദരത്തിൽ ശിഷ്ടമുള്ളവരെ, പിസ്റ്റില രോഗികളെ കർത്താവെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഗർഭപാശയത്തിൽ കർത്താവ് ശിഷ്ടമുള്ളവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് മക്കൾ കർത്താവ് പലതരത്തിലുള്ള രോഗങ്ങളുള്ളവർ ഈശോയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കോൺസ്റ്റിപ്പേഷൻ അസുഖമുള്ളവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഷുഗർ രോഗികൾ, പ്രഷർ രോഗികൾ, പലതരത്തിലുള്ള ബ്ലോക്കുകളുള്ളത്, രക്തത്തിൻ്റെ ബ്ലോക്കുകൾ, മൂത്രത്തിൻ്റെ ബ്ലോക്കുകൾ, മലത്തിൻ്റെ ബ്ലോക്കുകൾ, കർത്താവ് എല്ലാ സ്രാവങ്ങൾക്കും ബ്ലോക്കുകളുള്ളവരെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇപ്പം ഈ നിമിഷം അൾത്താറയുന്ന കർത്താവിൻ്റെ ശക്തി പകർന്നുകൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ അവർ സുഖമായി ഉറങ്ങാൻ, സുഖമായി ജീവിക്കാൻ മുഴുവൻ തടസ്സങ്ങളും യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ എന്ന് യേശുവിൻ്റെ ഉന്നതമായ നാമത്തിൽ കൽപ്പിക്കുന്നു. ശ്രുതിക്കട്ടെ, ശ്രുതിക്കട്ടെ. കാരുണ്യത്തിന് കർത്താവ് ജീവിത മാർഗങ്ങളില്ലാത്തവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ജോലി നഷ്ടപ്പെട്ടവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ജോലിക്ക് വേണ്ടി പരിശ്രമിക്കുന്നവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ഇപ്പോഴും കർത്താവ് സ്വദേശത്തും വിദേശത്തുമായി ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ജോലി നഷ്ടപ്പെട്ടവരെയും ശമ്പളം കിട്ടാത്തവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവരുടെ ജോലി അവർക്ക് തീരാൻ പോകുന്നു, ഇനി അടുത്ത ജോലി കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ടെൻഷൻ അടിക്കുന്നവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ജോലി ഇല്ലാത്തതിൻ്റെ പേര് ജീവിത പങ്കാളികൾ തമ്മിൽ മാനസികമായിട്ട് അകന്നവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. കുടുംബത്തിൽ സമാധാനത്തെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. കേസ്, വാക്കാണം, വഴക്ക്, കോടതി കേസുകൾ അകപ്പെട്ടിരിക്കുന്നതിനെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തു ഉന്നതമായ നാമത്തിൽ കൃപാസനത്തിൽ അൾത്താര ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിൽ സകല ദുരിതങ്ങളും കർത്താവിന്റെ മാവത്ത് മാറിപ്പോകട്ടെ. ശ്രുതിക്കട്ടെ, ശ്രുതിക്കട്ടെ. ദിവ്യകാരുണ്യത്തിന് കർത്താവെ, വസ്തു വിൽക്കാൻ പറ്റാത്തവരെ, വിറ്റ വസ്തുവിനെ കർത്താവെ വസ്തു കൊടുക്കാൻ പറ്റാത്തവരെ, ഇങ്ങനെ വ്യത്യസ്തമായ സാങ്കേതികമായ നിയമക്കുരുക്കിൽ കിടക്കുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പാക ഉടമ്പടി ചെയ്യാൻ പറ്റാത്തവർ, മുന്നാധാരം ഇല്ലാത്തവർ, ബാങ്കിൽ വിത്തുകളുണ്ടായി പോയിട്ടുള്ളവരെ, ലേലത്തിൽ വെച്ച വസ്തുക്കൾ കർത്താവെ ജപ്റ്റ് ചെയ്യാൻ പോകുന്ന വസ്തുക്കളും സ്ഥാപന ജംഗം വസ്തുക്കളും ഇനി എങ്ങനെ ജീവിക്കുമെന്ന് അറിയാൻ പാടാത്ത സാമ്പത്തിക തകർച്ച വിഷമിക്കുന്നവരെ കർത്താവ് ഇപ്പോൾ സ്പർശിക്കണമേ. കർത്താവ് ഇപ്പോൾ കർത്താവർക്ക് വഴി കാണിക്കണേ. കർത്താവ്, കർത്താവ് വഴി വെളിച്ചമായവനെ, ലോകത്തിൻ്റെ പ്രകാശമായവനെ, അവിടെ ജീവിതത്തിൻ്റെ ഇരുട്ടിലേക്ക് കർത്താവ് മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ ഞാൻ യാചിക്കുന്നു. യേശുവേ, കടന്നു ചെല്ലണമേ, അവർക്ക് വെളിച്ചം ലഭിക്കട്ടെ. ശ്രദ്ധിക്കട്ടെ. കർത്താവെ, വ്യത്യസ്തമായ രാജ്യങ്ങളിൽ പഠിക്കാൻ വേണ്ടി പോയിരിക്കുന്ന മക്കള്, യുക്രൈനിലെല്ലാം പഠിക്കാൻ പോയിട്ട് തിരിച്ചു വന്നിരിക്കുന്ന മക്കൾ, അവരെല്ലാം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം. ഈശോയെ, അവർ കർത്താവിടെ മനസ്സ് അവർ വിചാരിക്കണ പോലെ കർത്താവെ ഒരിക്കലും കർത്താവെ അവർക്ക് ഭാവി അടഞ്ഞതല്ലെന്നാണ് ഈശോ പരിശുദ്ധാത്മാവ് പറയണത്. ഒരിക്കലും നിങ്ങൾ വിഷമിക്കേണ്ട, നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് മാത്രം ഇരിക്കുക. നിങ്ങൾക്കുള്ള വാതിൽ കർത്താവ് എത്രയും വേഗം തുറക്കുമെന്ന് കർത്താവിൻ്റെ വചനം അരുളി ചെയ്യുന്നുണ്ട്. കർത്താവിൻ്റെ ദർശനങ്ങൾ അരുളി ചെയ്യുന്നുണ്ട്. നിങ്ങൾ സന്തോഷമായിരിക്കുക, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, നിരാശപ്പെടരുതെന്ന് ഈശോ പറയുന്നു. കർത്താവ് യുദ്ധം എത്രയും വേഗം അതിൻ്റെ ഭവിഷ്യത്തുകളോടുകൂടി പൂർണ്ണമായി പര്യവസാനിപ്പിക്കാൻ വേണ്ടി കർത്താവിൻ്റെ ദൂതൻ കർത്താവ് അതിലേക്ക് പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, അമ്മ മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിന് കർത്താവ് മധ്യത്തിൽ നിന്നുകൊണ്ട് കർത്താവ് യുദ്ധം കഴിഞ്ഞ് സമാധാനം ഉണ്ടാകാൻ, യുദ്ധത്തെ എത്രയും വേഗം യുദ്ധം അവസാനിപ്പിച്ചുകൊണ്ട് സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവിൻ്റെ വിശുദ്ധമായ രക്തം കർത്താവ് യുക്രൈനിലും കർത്താവ് റഷ്യയിലും തളിക്കപ്പെടട്ടെ. അവിടെ സമാധാനം പുരട്ടെ. യേശുവിൻ്റെ കുരിശിൻ്റെ മഹത്വം ജനങ്ങൾ അനുഭവിക്കാൻ അവിടെ 10,000 മനുഷ്യർ പ്രാർത്ഥിക്കുന്നുണ്ട്. അവർ പ്രാർത്ഥിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം അവരുടെ കുടുംബത്തെ അനുഭവിക്കുകമായി ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. 10,000 മക്കൾ കർത്താവേ, ഇപ്പോഴും കർത്താവേ 15 ലക്ഷത്തോളം മനുഷ്യർ കർത്താവേ, അവർ പോലണ്ടിലും മറ്റ് ഹംഗറിയിലും പല രാജ്യങ്ങളും കർത്താവേ അവർ പലതരത്തിലുള്ള അഭയാർത്ഥികൾ കഴിയുന്നുണ്ട്. കർത്താവേ, അവരുടെ മണ്ണ്, ഒരു പിടി മണ്ണ് പോലും പോകരുത്. അവർ തിരിച്ചു വരണം. അവർ തിരിച്ചു വന്ന് നമ്മുടെ പഴയ ജീവിതങ്ങളിലേക്ക് കർത്താവേ സന്തോഷം പ്രവേശിക്കാൻ വേണ്ടി യേശുവിൻ്റെ നാമത്തിൻ്റെ രാജാക്കന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാ പ്രധാനമന്ത്രിമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ് അവസാനിക്കരുതെന്ന് കരുതുന്ന യുദ്ധം തീരരുതെന്ന് കരുതുന്ന പൈശാചിക മനസ്സുകളെ യേശുവിന്റെ നാമത്തിൽ പൊടിഞ്ഞു മാറണമെന്ന് പ്രാർത്ഥിക്കുന്നു. ശ്രദ്ധിക്കട്ടെ. നല്ലവനായ ഈശ്വരന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. MOH, HAD, LT, ILTS പോലുള്ള
RN പരീക്ഷകൾ കർത്താവെ, അതുപോലെ PSC പരീക്ഷകൾ, യോഗ്യതാ പരീക്ഷകൾ, മത്സര പരീക്ഷകൾ കർത്താവ് എഴുതാൻ പോകുന്നവർ, എഴുതി കഴിഞ്ഞവർ, റിസൾട്ട് പ്രതീക്ഷിക്കുന്നവർ കർത്താവ്, പരീക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങുന്നവർ എല്ലാവരും കർത്താവ് വിശുദ്ധമായ രഥത്തെ തളിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് കർത്താവ്, അവരുടെ കഴിവ് കൊണ്ടുള്ള കർത്താവ്, അങ്ങയുടെ കൃപ കൊണ്ട് കർത്താവ് എല്ലാ കടമ്പകളെയും അതിജീവിക്കാൻ വേണ്ടി അവർ ഉന്നതമായ വിജയം കൈവരിക്കാൻ, എല്ലാ മൊഡ്യൂൾസും കവർ ചെയ്യാൻ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് അവർ ഇറങ്ങി വസിക്കട്ടെ. ശ്രുതിക്കട്ടെ, ശ്രുതിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് കർത്താവെ, മുട്ടുകാൽ ഉള്ളംകാലം മുതൽ കർത്താവെ അരക്കെട്ട് വരെയുള്ള രോഗങ്ങൾ, വാതരോഗങ്ങൾ, അസ്ഥി രോഗങ്ങൾ കർത്താവെ, ഞരമ്പിൻ്റെ രോഗങ്ങൾ, ത്വക്ക് രോഗങ്ങൾ കർത്താവെ, അതുപോലെ ഉണ്ടാവുന്ന ഗർഭപാത്രത്തിൻ്റെ രോഗങ്ങൾ, കർത്താവ് പിത്താശയത്തിൻ്റെ കല്ലുകൾ, കിഡ്നിയുടെ കല്ലുകൾ കർത്താവ്, മൂത്രാശയത്തിൻ്റെ കല്ലുകൾ, മൊത്തമൊഴിക്കുമ്പോൾ വേദനയും എരിച്ചിലും പുകച്ചയും വരുന്ന അനുഭവിക്കുന്നവർ കർത്താവ്, അവരെല്ലാം സ്പർശിക്കണം പ്രാർത്ഥിക്കുന്നു. നടുവലിനെ സ്പർശിക്കണം പ്രാർത്ഥിക്കുന്നു. കിടക്കാൻ പറ്റാത്തവർ, കസേര അകന്നു പോയവർ കർത്താവ്, വിട്ടുപോയവർ കർത്താവ്, കിടപ്പ് രോഗികളെല്ലാം കർത്താവ്, നിന്റെ തിരുവറുവാർന്ന വലതുകരം, അഴിപ്പെടുതാർന്ന വലതുകരം അത്ഭുതകരത്താൽ സ്പർശിക്കണമേ. യേശുവിന്റെ നാമത്തിൽ മാരക രോഗങ്ങൾ, തീരാഭേദികൾ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. കർത്താവെ, വിശ്വാസം കുറഞ്ഞവരെ, കുടുംബ പ്രാർത്ഥനയിൽ പങ്കെടുക്കാത്തവരെ കർത്താവെ, കോവിഡ് കഴിഞ്ഞപ്പോൾ പള്ളിയിൽ പോകാതിരിക്കുന്നവരെ കർത്താവെ, അവർ ഓൺലൈനിൽ കൂടി പരിചയമായി പോയതിൻ്റെ പേരിൽ കർത്താവിൻ്റെ യഥാർത്ഥ ബലികളിൽ നിന്ന് അകന്ന് നിൽക്കുന്നവർ, വരണ്ട അധ്യാത്മത്തിലേക്ക് കർത്താവ് അപകടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നവർ അവരെല്ലാം കർത്താവെ, വിശ്വാസത്തിന് അടുത്ത പ്രവർത്തനങ്ങൾക്കായി തിരിച്ചു പിടിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, നോൻപിൻ്റെ കാലത്ത് അനേകം മക്കൾ കർത്താവെ അനുതാപം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, അനുതാപത്തിൽ കർത്താവെ, അനുതാപത്തിൻ്റെ മനസാന്തത്തിൻ്റെ ഫലങ്ങൾ കർത്താവെ അവരെ പ്രകടിപ്പിക്കാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഇക്കാര്യങ്ങളെല്ലാം നന്നായി പ്രാർത്ഥിക്കാൻ കർത്താവെ, കുടുംബം കർത്താവ് തകർന്നിരിക്കുന്നവർ, ഭാര്യ ഭർത്താവ് പിരിഞ്ഞിരിക്കുന്നവർ എല്ലാ സമയത്തും പ്രാർത്ഥിക്കുന്ന കർത്താവ്, വ്യത്യസ്തങ്ങളായ വിഷയങ്ങളിൽ കർത്താവ്, മക്കൾ വഴിതെറ്റിപ്പോയവർ, ചീത്ത ബന്ധങ്ങളിൽ പോയ ജീവിത പങ്കാളികൾ, അങ്ങനെയുള്ള എല്ലാവരെയും സാമ്പത്തികമായ വലിയ കടങ്ങളിൽ ചെന്ന് ചാടിയിട്ട് കർത്താവ് കരകയറാൻ മാർഗമില്ലാതെ വിഷമിക്കുന്നവർ കർത്താവ്, പലതരത്തിൽ വേദനിക്കുന്ന എല്ലാ മക്കളെയും ഞാൻ പരിശുദ്ധ ദൈവമാതാവിൻ്റെ മധ്യസ്ഥത യേശുവിനെ അനുഭവിക്കുന്നു, യേശുവിന് സമർപ്പിക്കുന്നു. കർത്താവിന് ശക്തി അവരിലേക്ക് ആവശ്യിക്കട്ടെ, അടയാളം കാണട്ടെ, അവർ സാക്ഷികളായി മാറട്ടെ. ശ്രുതിക്കട്ടെ. ആശീർവാദം മുട്ട നിൽക്കുക, മൗനമായി പ്രാർത്ഥിക്കുക. എന്തെങ്കിലും ഈശോയുടെ അവസാനം പറയാനുണ്ടെങ്കിൽ പറയുക. അറിയിപ്പുകളെ കൃപാസനത്തിൽ എല്ലാ ദിവസവും ഉടമ്പടി എടുക്കുവാനും പുതുക്കുവാനും സൗകര്യമുണ്ട്. എല്ലാ ദിവസവും കൃപാസന ഉടമ്പടി എടുക്കാനും പുതുക്കുന്നതിന് സൗകര്യമുണ്ട്. രാവിലെ 7